ഹലോ വെൽക്കം ബാക്ക്. ശിവാർത്തിയൻ്റെ പുതിയ പടമായ പരാശക്തി മൂവി കാണാൻ പോയി. ഈ മൂവി ഒരു ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ മൂവിയാണ്. ഒരു 1960 കാലഘട്ടത്തൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ മൂവി പോണത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുധാ കൊങ്കര, നമ്മുടെ സൂര്യ റിപ്പോർട്ടറൊക്കെ ചെയ്തിരിക്കുന്ന പുള്ളിക്കാരിയാണ്. ഈ മൂവിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ശിവകാർത്തികേയൻ, ജയൻ രവി, അഥർവ, ശ്രീലീല, നമ്മുടെ മലയാളത്തിൽ നിന്ന് ബേസിൽ ജോസഫ് ഒക്കെ ഈ മൂവിയിൽ ഗസ്റ്റ് റോളായിട്ട് വരുന്നുണ്ട്. ഒരു 2.25 മണിക്കൂറാണ് മൂവിയുടെ ലെങ്ത് വരണത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മദർ ടങ് ലാംഗ്വേജിന് വേണ്ടി മുൻകാലഘട്ടത്തൊക്കെ നടന്നിരുന്ന കുറേ സമരങ്ങളും അതിന് പിന്നാലെ വരുന്ന പ്രക്ഷോഭങ്ങൾ, അതിനെയൊക്കെ പശ്ചാത്തലമാക്കിയിട്ടാണ് മൂവി അങ്ങനെ മുന്നോട്ട് പോകുന്നത്. സ്വന്തം മാതൃഭാഷയ്ക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഹീറോ, അതായത് നമ്മുടെ ശിവകാർത്തികേയനാണ് ഈ മൂവിയിലെ മെയിൻ ക്യാരക്ടർ. അതിനെതിരായിട്ട് നിൽക്കുന്നത് നമ്മുടെ ജയൻ രവി, വില്ലൻ ക്യാരക്ടർ. പിന്നെ ശിവകാർത്തികേയനും അവൻ്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന അഥർവയുടെ ക്യാരക്ടർ, ഇവരുടെ ഒരു ചേട്ടനനിയൻ സൗഹൃദം, അതേപോലെ ശ്രീലീലയും ശിവകാർത്തികേയൻ്റെ റൊമാൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ മൂവിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ശിവകാർത്തികേയൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വരണത്, മൂവിയിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റോറി എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി മൂവി കറക്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആയിട്ട് പോണത്. നമ്മുടെ ജയൻ രവിയുടെ ക്യാരക്ടർ ആയാലും ജയൻ രവിയുടെ ക്യാരക്ടറിന് എങ്ങനെയാണ് ഇത്ര ഫയർ വരുന്നത്, ശിവകാർത്തികനോട് ഉള്ള ദേഷ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മൂവി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻ്റർവെല്ലൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് മടുപ്പൊക്കെ തോന്നി തുടങ്ങും. പിന്നെ മൂവി ഭയങ്കര വലിച്ചു നീട്ടിയ പോലെയൊക്കെ തോന്നും. മൂവി ഇത്ര ലോങ് ആക്കേണ്ടിയില്ല എന്ന് തോന്നും. 2.25 മണിക്കൂറാണ്. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോറി എങ്ങോട്ടാ പോകണം. ഇങ്ങനത്തെ കുറേ മൂവീസ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. പിന്നെ നമുക്ക് നല്ല എൻ്റർടൈനിങ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്നതല്ല. ഒരു ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ മൂവി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മൂഡിലാണ് മൂവി പോണത്. പിന്നെ ഇതിലെടുത്തു പറയേണ്ടത് മൂവിയുടെ മേക്കിംഗ് ആണ്. 1960 കാലഘട്ടമാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ, ആളുകൾ, ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ള മേക്കിംഗ്, സെറ്റ് ഇട്ടിരിക്കണത് അതൊക്കെ അടിപൊളിയായിരുന്നു. ആർട്ട് വർക്ക് എല്ലാം, ഷോട്ടുകളും സിനിമാറ്റോഗ്രഫിയും ആ കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. ശിവകാർത്തികേയൻ്റെ ക്യാരക്ടർ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ അവൻ്റെ ക്യാരക്ടർ പക്കയായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഹീറോയിൻ്റെ ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരി ശ്രീലീല നന്നായിട്ട് ചെയ്തിരുന്നു. പുള്ളിക്കാരുടെ ക്യാരക്ടർ ഇതിൽ ജസ്റ്റ് ഹീറോയിനായിട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗത്ത് അഭിനയിച്ചു പോവുക മാത്രമല്ല, മൂവിയുടെ അവസാനം വരെ ശിവകാർത്തികേയൻ ഒരു സമരം, പ്രൊട്ടസ്റ്റൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ കൂടെ മൂവിയുടെ അവസാനം വരെ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ നല്ലപോലെ ചെയ്തിട്ട് പുള്ളി പോകുന്നുണ്ട്. ആ ഹീറോയിനും ഇവരുടെ സമരത്തിൻ്റെ ഭാഗമാവുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ സിനിമ മൊത്തം കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു, ഒരു ആവറേജ് ഫീലാണ്. ഒരു 50% 60% സാറ്റിസ്ഫൈയിങ് ആയിട്ടാണ് മൂവി എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടില്ല. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കാരണം പൊളിറ്റിക്കൽ ഡ്രാമ ആക്ഷൻ മൂവി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു മൂഡിലാണ് മൂവി പോവുക. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അതേപോലെ എൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് മൂവി ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഇത്രയൊക്കെയാണ് പരാശക്തി എന്ന് പറഞ്ഞ ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ്. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. ഗുഡ് ബൈ.